ുള്ളതുകൊണ്ട് നേരത്തെ വേഗത്തിൽ പോകുമ്പോൾ കോൺഗ്രസിന് അടുത്ത ചോദ്യത്തിലേക്ക് കൂടി നമുക്ക് കടക്കാം. കോൺഗ്രസിന് കേരളത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നു എന്നതാണ് സ്വാഭാവികമായി. കോൺഗ്രസ് പൊളിറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയം കൂടിയാണ്. ആരാണ് മത്സരിക്കുന്നത് എന്ന കാര്യത്തിൽ, സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വൈകുന്ന ആ സമയത്തും ഈ സർവേ പുരോഗമിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിലെ വിഭാഗീയത എന്നുള്ള കാര്യമാണ്. 45.5% ആളുകളും കോൺഗ്രസിൽ ഈ വിഭാഗീയത ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ് പ്രശ്നത്തെ നേരിടുന്നത് എന്നുള്ളതാണ്. വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലെ പരാജയം എന്ന് പറഞ്ഞവർ 8.4%. ഹരിയാനയെ പോലെയുള്ള അമിതമായ ആത്മവിശ്വാസം കോൺഗ്രസിന് വിനയാകുന്നു എന്ന് പറഞ്ഞത് 2.8%. ക്രിസ്ത്യൻ വോട്ട് ബെൽറ്റിലെ സ്വാധീന നഷ്ടം 4.6%. അതങ്ങനെ ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഒപ്പം മുസ്ലിം ലീഗിനോടും കേരള കോൺഗ്രസിനുമുള്ള അമിത വിധേയത്വം അങ്ങനെ വിലയിരുത്തുന്നവരുമുണ്ട്. 9.8%. മറ്റുള്ളവർ 7.2%. അഭിപ്രായമില്ലെന്ന് പറയുന്നവർ 22.6%. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ആ വിഷയത്തിൽ അഭിപ്രായം പറയാത്തവരുടെ എണ്ണമാണ് കൂടുതലെന്നൊരു പ്രധാന ഒരു കാര്യം വ്യക്തമാണ്. കോൺഗ്രസിലെ വിഭാഗീയത, കോൺഗ്രസിൽ അങ്ങനെ പറയുമ്പോൾ ഗ്രൂപ്പ് പോരെ എന്ന് വേണമെങ്കിൽ പറയാം, നേതാക്കൾ തമ്മിലുള്ള അനൈക്യം, ഇത് തന്നെയാണ് കേരളത്തിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് പറയുന്നത്. അതാണ് കൂടുതൽ ആളുകളും പറയുന്നത് കോൺഗ്രസിലെ പ്രശ്നം വിഭാഗീയതയെന്ന്. ശ്രീ ജേക്കബ് ജോർജ്. അല്ല, വിഭാഗീയത എന്ന് പറയുന്നതുകൊണ്ട് ഇതിൽ ഈ സർവേയിൽ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം ശരിക്കുള്ള പണ്ട് നമ്മൾ CPM-ലൊക്കെ കണ്ടിരുന്ന മാതിരിയുള്ള വിഭാഗീയതയല്ല, മറിച്ച് നേതാക്കന്മാർ തമ്മിലുള്ള മത്സരം തന്നെയാണ്. ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ എത്ര നേതാക്കന്മാരാ ഇവിടെ ഡൽഹിയിലും കേരളത്തിലും ഒക്കെ ആയിട്ട് നിരന്ന് നിൽക്കുകയായിരുന്നില്ലേ? ഏറ്റവും അവസാനം കെ സുധാകരൻ വരെ. ഇതിനെയെല്ലാം എനിക്ക് തോന്നുന്നു വിഭാഗീയത എന്ന ഒറ്റ വാക്കിലേക്ക് ഒതുക്കിയിരിക്കുകയാണ് ഈ സർവേയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിലേ അത് ശരിയാവുകയുള്ളൂ. കാരണം പഴയ ഗ്രൂപ്പുകളൊന്നും കോൺഗ്രസിലില്ല. ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ ഫോർമേഷനേ ഇല്ല. പണ്ട് ഗ്രൂപ്പായിരുന്നു. ഒന്നുകിൽ നിങ്ങൾ കരുണാകരൻ ഗ്രൂപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ ആന്റണി ഗ്രൂപ്പ് ആയിരിക്കണം. ഒരുപക്ഷെ ഈ സർവേ ദിവസങ്ങളിലാവണം കോൺഗ്രസിന്റെ തർക്കം മുഴുവൻ നടന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടി, അത് BJP പൊളിറ്റിക്സിനെ കുറിച്ചാണ്. BJPയുടെ വികസനത്തിന് പ്രതിബന്ധമാകുന്ന, അതായത് വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഘടകം എന്ത് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അതിൽ പ്രധാനമായ പല ഘടകങ്ങളാണ് ജനങ്ങൾ പരിഗണിച്ചത്. അതിൽ ഒരു കാര്യം, CPM-ന് ഒരു ഹിന്ദു പാർട്ടി എന്ന പരിഗണന ലഭിക്കുന്നു, അതാണ് BJPയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നത് എന്ന് വിലയിരുത്തിയിരിക്കുന്നവർ 19.8% ആളുകളാണ്. മറ്റൊന്ന്, വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ BJPക്ക് വേണ്ടത്ര കഴിവില്ലായ്മ വരുന്നുണ്ട്, വീഴ്ച പറ്റുന്നുണ്ട്. അങ്ങനെ വിലയിരുത്തുന്നവർ 5.9% ആളുകളാണ്. കൂടിയ ന്യൂനപക്ഷ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ BJPക്ക് തടസ്സമുണ്ടാകുന്നു എന്ന് വിലയിരുത്തുന്നവർ 10.6% ആളുകളാണ്. മറ്റൊരു കാര്യമാണ് ഏറ്റവും പ്രധാനം, കേരളത്തിലെ ജനങ്ങളെയും ചരിത്രവും തിരിച്ചറിയുന്നതിൽ BJPക്ക് പോരായ്മ സംഭവിക്കുന്നു. ഇങ്ങനെ വിലയിരുത്തുന്നവരുടെ എണ്ണം 30.9% എന്ന പ്രത്യേകതയുണ്ട്. മറ്റൊരു കാര്യം, ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു നേതാവിൻ്റെ അഭാവം 4% ആളുകൾ അങ്ങനെയും കണക്കൂടുന്നുണ്ട്. മറ്റു അഭിപ്രായങ്ങൾ പറയുന്നവർ 9.6 പേരാണ്. അഭിപ്രായമില്ലാത്തവർ 19.1%. ശരി, ഇക്കാര്യത്തിൽ കേരളത്തിലെ ചരിത്രം, അതുപോലെ കേരളത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ BJPക്ക് കഴിയുന്നില്ല. അങ്ങനെ 30.9% ആളുകളും പറയുന്നത് ഇതാണ് BJPയുടെ വളർച്ചയ്ക്ക് തടസ്സം എന്നുള്ളതാണ്. ശ്രീ ജേക്കബ് ജോർജ്, മറ്റൊരു കാര്യം, CPM-ന് കിട്ടുന്ന ഹിന്ദു പാർട്ടി എന്നുള്ള പരിഗണന അത് BJPക്ക് തടസ്സമാകുന്നു. അതായത് ഒരേ വോട്ട് ബാങ്കിലേക്കാണല്ലോ കടന്നു ചെല്ലേണ്ടത്. ഇത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്? അല്ല, അത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ ഒരു മതേതര കക്ഷി ആയിട്ടാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM നിൽക്കുന്നത് എന്നാണ് എൻ്റെ പക്ഷം. അതിൻ്റെ ഒത്തിരി അണികൾ ശബരിമലയിൽ പോകുന്നവരുണ്ട്. ശബരിമലയിൽ പോകുന്ന സഹാക്കൾ CPM-ന് ഇഷ്ടം പോലെ ഉണ്ട്. അത് വേറൊരു കാര്യം, അതൊക്കെയുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം, കേരളത്തിൽ വർഷങ്ങളായിട്ട് സമരം ചെയ്തും പല ജനങ്ങളുടെ ജനകീയ വിഷയങ്ങളൊക്കെ എടുത്തും രാജാവിനോട് മത്സരിച്ചും രാജാവിനോട് സമരം ചെയ്തും ഒക്കെ വളർന്നു വന്ന രണ്ട് പാർട്ടികളാണ് CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതേപോലെ കോൺഗ്രസ് പാർട്ടിയും. സ്റ്റേറ്റ് കോൺഗ്രസിലൂടെ വളർന്നു വന്ന് കോൺഗ്രസ്സായിട്ട് വളർന്ന ഒരു വലിയ പ്രസ്ഥാനമാണത്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഈ രണ്ട് പാർട്ടികളുടെ ചരിത്രം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് തന്നെയാണ് ആളുകൾ വിലയിരുത്തിയതും കൃത്യമായിട്ട് തന്നെയാണ്. 30% ആളുകളും വിലയിരുത്തിയത് അത് തന്നെയാണ്. കേരളത്തിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ BJP കഴിയുന്നില്ല എന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.